Hi, good morning students. Today we will discuss about dividend growth models. So in the case of most equity shares, the dividend per share grows because of the growth in earning of a company. In other words, equity dividend grow and are not constant over time. The growth rate pattern of equity dividend have to be estimated. So in case of most equity shares, the dividend per share grows because of the growth in the earning of a company. കമ്പനിയുടെ ഏണിങ്സ് ഉള്ളത് കാരണം എല്ലാ ഷെയറിൻ്റെയും ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത് എന്തായും വളർച്ച ഉണ്ടാവും. അതല്ലെങ്കിൽ ഇക്വിറ്റി ഡിവിഡൻഡ് ഗ്രോ ആൻഡ് ആർ നോട്ട് കോൺസ്റ്റൻറ്റ് ഓവർ ടൈമിൽ ഇക്വിറ്റി ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട്, എല്ലാ കാലത്തും ഒരേപോലെ ഉള്ളതായിരിക്കുകയില്ല. അതായത് നോട്ട് കോൺസ്റ്റൻ്റ്. ഇപ്പം നമുക്ക് വാങ്ങുന്ന സമയത്ത് 10 രൂപയാണ് ഡിവിഡൻഡ് എങ്കിൽ അത് എല്ലാ കാലവും എന്തായിക്കൊള്ളുന്നില്ല, 10 രൂപ ആയിക്കൊള്ളുന്നില്ല. എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ ഏണിങ്സിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവും, ഡിവിഡൻഡിലും എന്തുണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും. The growth rate pattern of equity dividend have to be estimated. അപ്പോൾ നമ്മൾ എന്ത് എസ്റ്റിമേറ്റ് ചെയ്യണം, ആ ഇക്വിറ്റി ഡിവിഡൻഡിൻ്റെ ഗ്രോത്ത് റേറ്റ് പാറ്റേൺ ഏത് പാറ്റേണിലാണ് എന്ത് ചെയ്യണത്, ഇക്വിറ്റി ഡിവിഡൻഡ് എന്ത് ചെയ്യണത്, വളരുന്നത്. സോ ഡിഫറെൻറ്റ് അസംഷൻസ് അബൌട്ട് ദ ഗ്രോത്ത് റേറ്റ് പാറ്റേൺ ക്യാൻ ബി മെയ്ഡ് ആൻഡ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ വാല്യുവേഷൻ മോഡൽസ്. അപ്പോൾ ഒരുപാട് അസംഷൻസ്, അതായത് ഈ ഗ്രോത്ത് റേറ്റ് പാറ്റേണിനെ പറ്റിയിട്ട് ഒരുപാട് അസംഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ അസംഷൻസ് ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വാല്യുവേഷൻ മോഡൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ 2 അസംഷൻസ് ആർ കോമൺലി യൂസ്ഡ്. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന 2 അസംഷൻസ് ആണുള്ളത്. ഡിവിഡൻഡ് ഗ്രോ അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഇൻ ഫ്യൂച്ചർ, ദാറ്റ് ഈസ് ദ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് അസംഷൻ. ഡിവിഡൻഡ് വളരുന്നത് ഒരു നിശ്ചിത റേറ്റ് മാത്രം, അതായത് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ 5% എവരി ഇയർ, അതായത് അപ്പം കോൺസ്റ്റൻറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും തന്നെയാണ് ആ 5% തന്നെയാണ്. അപ്പോൾ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ദ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് അസംഷൻ. രണ്ടാമത് പറയുന്നത് ഡിവിഡൻഡ് ഗ്രോസ് അറ്റ് വേരിയിങ് റേറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ. വേറൊരു അസംഷൻ പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് എല്ലാ വർഷവും ഒരേ റേറ്റിലല്ല വളരുന്നത്. അത് വ്യത്യസ്ത റേറ്റിലാണ് വേരിയിങ് റേറ്റ്സിലാണ് ഡിവിഡൻഡ് വളരുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് multiple growth assumption. So these 2 assumptions give rise to a modified version of the present value model of share valuation. അപ്പോൾ ഈ 2 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള പ്രസൻറ്റ് വാല്യുവേഷൻ മോഡലിൽ, ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡലിന് ഈ രണ്ട് അസംഷൻസ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അതിനേക്കാളും നല്ല, അതായത് കുറച്ചും കൂടി ബെറ്റർ അപ്പ് ആയിട്ടുള്ള ഒരു മോഡൽ 2 മോഡലുകൾ വരുന്നു. അതാണ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡൽ ആൻഡ് മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ. ഓക്കെ, മോഡിഫൈഡ് വേർഷൻ ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ മോഡൽ ഓഫ് ഷെയർ വാല്യുവേഷൻ, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡൽ based on constant growth assumptions, multiple growth model based on multiple growth assumption. First one constant growth model, else it is known as Gordon growth model. Okay, Myron J. Gordon ആണ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഗോർഡൻ ഗ്രോത്ത് മോഡൽ എന്ന് അറിയപ്പെടാറുണ്ട്. So the Gordon growth model is used to determine the intrinsic value of a stock based on a future series of dividend that grow at a constant rate. Okay, എന്താണ് ഗോർഡൻ ഗ്രോത്ത് മോഡൽ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ സ്റ്റോക്ക്. ഒരു സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കുവാൻ അല്ലെങ്കിൽ അത് ഡിറ്റർമിൻ ചെയ്യുവാനാണ് ഉപയോഗിക്കുന്നത്, ഗോർഡൻ്റെ ഗ്രോത്ത് മോഡൽ യൂസ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ബേസ്ഡ് ഓൺ എ ഫ്യൂച്ചർ സീരീസ് ഓഫ് ഡിവിഡൻഡ്സ് that grow at a constant rate. ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ വളരുന്ന ഡിവിഡൻഡിൻ്റെ ഫ്യൂച്ചർ സീരീസ് ഓഫ് ഡിവിഡൻഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ഷെയറിന് ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു മോഡലാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഗോർഡൻ ഗ്രോത്ത് മോഡൽ ഉപയോഗിക്കുന്നത്. The Gordon growth model assumes the dividend grows at a constant rate in perpetuity and solves for the
പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഇൻഫൈനൈറ്റ് സീരീസ് ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻഡ് എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഡിവിഡൻഡ് ഗ്രോത്ത് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് അറ്റ് എന്താണ് പെർപ്പിച്യൂറ്റിയിൽ എന്താണ് തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ പെർപ്പിച്വൽ സെഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ എന്താണ് ഫീച്ചറാണല്ലോ അല്ലേ. അപ്പോൾ അപ്പോൾ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, കണ്ടിന്യൂയിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് കോൺസ്റ്റൻറ്റ് റേറ്റിലാണ് നിലനിൽക്കുന്നിടത്തോളം കാലം ഡിവിഡൻഡ് വളരുന്നത് കോൺസ്റ്റൻറ്റ് റേറ്റിലാണ്. ആൻഡ് സോൾസ് ഫോർ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫൈനൈറ്റ് സീരീസ് ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻഡ് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ അസംഷൻ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? പ്രധാനമായുള്ള അസംഷൻ എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡലിൻ്റെ അസംഷൻ എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട അസംഷൻ എന്തുതന്നെയാണ്? കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് അസംഷനാണ്. അതായത് കമ്പനിയുടെ ഡിവിഡൻഡിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരേ നിരക്കിലായിരിക്കും. Because the model assumes a constant growth rate, നമ്മൾ പറയും because the model assumes the constant growth rate, it is generally only used for companies with a stable growth rate in the dividend per share എന്നാണ്. ഇത് എങ്ങനെയുള്ള കമ്പനികളാണ് കൂടുതലും ഈ മോഡൽ യൂസ് ചെയ്യുന്നത്? സ്റ്റേബിൾ ഗ്രോത്ത് റേറ്റ് ഉള്ള കമ്പനികളാണ് ഈ രീതിയിലുള്ള മോഡൽ യൂസ് ചെയ്യുന്നത്. ഇനി what are the assumptions? The company's business model is stable. കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്തായിരിക്കണം? സ്റ്റേബിൾ ആയിരിക്കണം. ഗ്രോസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് അൺചേഞ്ചിങ് റേറ്റ് the dividend of the organization or the dividend of the company is grows at constant and an unchanging rate. ഒരു അൺചേഞ്ചിങ് റേറ്റിൽ കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കണം ഡിവിഡൻഡിൻ്റെ ഗ്രോത്ത് റേറ്റ്. ആൻഡ് ഹാസ് സ്റ്റേബിൾ ഫിനാൻഷ്യൽ ലിവറേജ്. ഓർഗനൈസേഷൻ സ്റ്റേബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ആൻഡ് ഫ്രീ ക്യാഷ് ഫ്ലോസ് ആർ പെയ്ഡ് ആസ് ഡിവിഡൻഡ്. എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഫ്രീ ക്യാഷ് ഫ്ലോസ് എന്തായിട്ട് കൊടുക്കുന്നു? ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുന്നു. ഇതാണ് അസംഷൻസ് ഓഫ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡൽ. നോക്കുക, constant growth model. In this model, it is assumed that dividend will grow at the same rate, അതായത് G growth rate, same rate into the indefinite future, and that discount rate K is greater than the dividend growth rate. അപ്പം ഈ ഒരു കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡലിലുള്ള പ്രധാനപ്പെട്ട അസംഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചർ ഈ ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചറിലേക്കുള്ള ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ടുള്ള കെ ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? ജി ആയിരിക്കും. കെ ഈസ് ഗ്രേറ്റർ ദാൻ ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റ്. അതേപോലെ ബൈ അപ്ലൈയിങ് ദ ഗ്രോത്ത് റേറ്റ് ടു ദ കറൻറ്റ് ഡിവിഡൻഡ് നമ്മൾ D0 കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ദ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് ആഫ്റ്റർ 1 year ക്യാൻ ബി കാൽക്കുലേറ്റഡ്. നമുക്ക് എന്ത് ചെയ്യാം? കറൻറ്റ് ഇയറിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കറൻറ്റ് ഡിവിഡൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് കറൻറ്റ് ഡിവിഡൻറ്റിൽ ഗ്രോത്ത് റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു വർഷത്തിന് ശേഷം നമ്മൾ വാങ്ങുന്ന ഡിവിഡൻറ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കാനാണ് D1 is equal to D0 into 1 plus G all raised to 1. അതായത് ഒരു വർഷത്തിന് ശേഷം നമ്മൾ വാങ്ങുന്ന ഡിവിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഡിവിഡൻറ്റ് എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് ആഫ്റ്റർ 2 years 3 years ഓർ 4 years ഓർ അപ് ടു n നമ്പർ ഓഫ് ഇയേഴ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാവുന്നതാണ്. ക്യാൻ ആൾസോ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദി കറൻറ്റ് ഡിവിഡൻറ്റ്. നമ്മളുടെ ഇപ്പോഴത്തെ ഡിവിഡൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ D2 ആണെങ്കിൽ D0 into 1 plus G whole square, D3 ആണെങ്കിൽ D0 into 1 plus G whole cube അല്ലെ. ഇനി Dn ആണെങ്കിൽ D0 into 1 plus G all raised to n എന്നുള്ള ഇക്വേഷൻ വെച്ചുകൊണ്ട് കറൻറ്റ് ഡിവിഡൻറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? എത്ര വർഷം കഴിഞ്ഞിട്ടുള്ള ഡിവിഡൻറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് വാല്യൂ മോഡൽ എടുക്കുകയാണെങ്കിൽ, മോഡൽ ഓഫ് ഷെയർ വാല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? S0 is equal to D0 into 1 plus G all raised to 1 by 1 plus K all raised to 1 plus ഒന്നാമത്തെ വർഷം. ഇനി രണ്ടാമത്തെ വർഷം D0 into 1 plus G whole square by 1 plus K whole square. ഇനി മൂന്നാമത്തെ വർഷമാണെങ്കിൽ എന്താ വരിക? D0 into 1 plus G whole cube by 1 plus K whole cube അപ് ടു n വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്യും? അതേ ഇതിനൊക്കെ എത്ര വർഷമാണോ ഉള്ളത് വെച്ചാൽ ആ വർഷം വരെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ലാസ്റ്റിൽ എന്ത് കാണിച്ചിട്ടുള്ളത്? n നമ്പറിൻ്റെ കാണിച്ചിട്ടുള്ളത് D0 into 1 plus G all raised to n divided by 1 plus K all raised to n.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെൻ n approaches infinity, this equation or this formula can be simplified as d1 by k minus g, or എന്താണ് d0 ഇൻറ്റു d1 നമ്മളങ്ങനെ മാറ്റി എഴുതുന്നതാണ് d0 ഇൻറ്റു 1 പ്ലസ് ജി ഡിവൈഡഡ് ബൈ കെ മൈനസ് ജി. ഓക്കെ, ഇത് n ഇൻഫിനിറ്റി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഒരു ജനറൽ ഫോമിലേക്ക് ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുന്നതാണ്. എന്ത്? S0 ഈസ് ഈക്വൽ ടു എന്താണ്? d1 ബൈ കെ മൈനസ് ജി. ഓക്കെ, അതായത് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ഷെയർ ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ഇയേഴ്സ് എക്സ്പെക്റ്റഡ് ഡിവിഡൻറ്റ് divided by the difference between the appropriate discount rate for the stock and its expected dividend growth rate. According to this model, the intrinsic value of a share is equal to next year's expected dividends by the difference between the appropriate discount rate for the stock and its expected dividend growth rate. Okay. അപ്പോൾ ഈ മോഡൽ പ്രകാരം എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? നെക്സ്റ്റ് ഇയേഴ്സ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്, അടുത്ത വർഷത്തെ ഡിവിഡൻറ്റിനെ എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? എന്ത് തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട്? ഡിസ്കൗണ്ട് റേറ്റും ഡിവിഡൻറ്റിൻ്റെ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന് ഈക്വൽ ആയിരിക്കും എന്ത്? ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ഷെയർ എന്ന് പറയുന്നത്. ഇതാണ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് റേറ്റ്. അതിൻ്റെ ഒരു നട്ട്ഷെൽ നമുക്ക് പറയാം. The constant growth rate method model assumes that both the dividend amount and the stock's fair value will grow at a constant rate. നമ്മൾ പറഞ്ഞ എന്താണ്? കോൺസ്റ്റൻറ്റ് റേറ്റിൽ എന്ത് ചെയ്യുക? ഡിവിഡൻഡ് റേറ്റ് എന്ത് ചെയ്യുക? കോൺസ്റ്റൻറ്റ് റേറ്റിൽ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യിക്കുക. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് എന്താണ്? ഗോൾഡൻ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ. P0 ഈസ് ഈക്വൽ എന്താണ്? d1 ബൈ കെ ഇ മൈനസ് ജി ആണ്. അതേപോലെ തന്നെ എന്താണ്? d1 P0 ഇക്വേഷൻ എന്താണ്? അല്ലെ, P0 എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് വാല്യൂ ആണ്, കെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്, ജി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ആണ്, d1 എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ഇയേഴ്സ് എക്സ്പെക്റ്റഡ് ആനുവൽ ഡിവിഡൻഡ് പെർ ഷെയർ ആണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ നമുക്ക് കൃത്യമായിട്ട് പറയാതെ എന്താണ്? ഇറ്റ് ഈസ് എ വേഗ് അസംഷൻ ദാറ്റ് ഡിവിഡൻഡ് പെയ്ഡ് ബൈ ദ കമ്പനി വിൽ ഗ്രോ അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റിൽ. എന്താണ്? അതായത് കമ്പനിയുടെ ഡിവിഡൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റൻ്റ് ആവും എന്നുള്ളത് എന്താണ്? ഒരു വേഗ് അസംഷനാണ് അല്ലേ. അത് എല്ലായ്പ്പോഴും എന്തായിരുന്നില്ല, ഒരു കമ്പനിയുടെയും എന്താണ് ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റ് എപ്പോഴും ഒരേ റേറ്റ് തന്നെ ആയിക്കൊള്ളുന്നില്ല. അതേപോലെ തന്നെ എന്താണ്? കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് റേറ്റ് ഡസ് നോട്ട് അലൈൻ വിത്ത് ദ റിയൽ ലൈഫ് സെനാരിയോ. ഇതെന്തുമായിട്ട് അല്ല അലൈൻഡ് അല്ല, റിയൽ ലൈഫ് സെനാരിയോ ആയിട്ട് അലൈൻഡ് അല്ല. അതായത് ഗ്രോത്ത് റേറ്റ് മേ ചേഞ്ച്. അതായത് എന്ത് ചെയ്യുക? ഒന്നുകിൽ എന്ത് ചെയ്യും? ഇൻക്രീസിങ് ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ്? ഡിക്രീസിങ് ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു അല്ലേ. Then mathematically this model may generate output values as infinity if the cost of growth approaches എന്താണ്? very close to എന്താണ്? k. അതായത് മാത്തമെറ്റിക്കലി എന്താണ്? ഇതൊരു വാല്യൂ ഉണ്ടാക്കുകയെങ്കിലും ഈ കോസ്റ്റ് ഓഫ് എന്താണ്? ഗ്രോത്ത് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനോട് എന്തായിരിക്കും? വളരെ എന്തായിരിക്കും? ക്ലോസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ദ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ നമുക്ക് എന്താണ്? മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ. The constant growth assumption may not be realistic in many situations. എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ഈ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് അസംഷൻ എന്തായിക്കൊള്ളുന്നില്ല? റിയലിസ്റ്റിക് ആയിക്കൊള്ളുന്നില്ല അല്ലെ. പല സാഹചര്യങ്ങളിലും എന്താണ്? വ്യത്യാസം ഉണ്ടാവാം. ഡിവിഡൻഡ് മേ ബി അറ്റ് വേരിയിങ് റേറ്റ്സ്. എന്താണ്? ഡിവിഡൻറ്റിൻ്റെ റേറ്റ് പലപ്പോഴും എന്താണ്? വേരിയിങ് ആയിരിക്കും, ഒരേ റേറ്റ് തന്നെ ആയിരിക്കില്ല. എ ടിപ്പിക്കൽ സിറ്റുവേഷൻ ഫോർ മെനി കമ്പനീസ് may be that a period of extraordinary growth will prevail for a certain number of years, after which the growth will change to a level at which it's expected to continue indefinitely. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പല കമ്പനികളും കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ പല
കമ്പനികളും എന്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇറ്റ് മേ ബി എന്താണ് ടിപ്പിക്കൽ സിറ്റുവേഷൻ ഫോർ മെനി കമ്പനീസ് മേ ബി ദാറ്റ് എ പീരീഡ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് വിൽ പ്രിവെയിൽ ഫോർ സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ്. ആദ്യത്തെ കുറച്ച് കാലങ്ങളിൽ ആ കമ്പനിക്ക് എന്തുണ്ടാവും, എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ഉണ്ടാവും. അതിന് ശേഷം ആഫ്റ്റർ വിച്ച് ദ ഗ്രോത്ത് വിൽ ചേഞ്ച് ടു എ ലെവൽ അറ്റ് വിച്ച് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു എന്നാണ് കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി. അതായത് ആ ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു, ഗ്രോത്ത് എന്ത് ചെയ്യുന്നു, മാറുന്നു. ഓക്കെ, അപ്പോൾ ദിസ് സിറ്റുവേഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ 2-സ്റ്റേജ് ഗ്രോത്ത് മോഡൽ. ഈ ഒരു സിറ്റുവേഷൻ, അതായത് 2 സ്റ്റേജിൽ ഒന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്തും രണ്ടാമതൊന്ന് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എന്താണ് ഒരു ഗ്രോത്തും. ഓക്കെ, അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു, ദിസ് സിറ്റുവേഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ 2-സ്റ്റേജ് ഗ്രോത്ത് മോഡൽ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ, 2-സ്റ്റേജ് ഗ്രോത്ത് മോഡൽ കൊണ്ട് എന്ത് ചെയ്യാൻ, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. In this model, the future time period is viewed as divisible into 2 different growth segments: the initial extraordinary growth period and the subsequent constant growth period. ഈ ഒരു മോഡൽ പ്രകാരം നമ്മൾ ഫ്യൂച്ചർ ടൈം പീരീഡിനെ 2 ഡിഫറെൻറ്റ് ഗ്രോത്ത് സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തത് ദ ഇനീഷ്യൽ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പീരീഡ്. ഒന്നാമത്തെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിലെ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്തുള്ള സമയം, അതിനെ തുടർന്ന് വരുന്ന കോൺസ്റ്റൻറ്റ് ഗ്രോത്തുള്ള എന്താണ് ഒരു പീരീഡ് എന്നും പറഞ്ഞ് 2 സെഗ്മെൻറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ പീരീഡ് growth rates will be variable from year to year, while during the subsequent period growth rate will remain constant from year to year. ഇതിൽ ഒന്നാമത് പറഞ്ഞിട്ടുള്ള ഇനീഷ്യൽ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പീരീഡിൽ എന്താണ് ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യുന്നു, വിൽ ബി വേരിയബിൾ ഫ്രം ഇയർ ടു ഇയർ. എന്താണ് ആ ഗ്രോത്ത് റേറ്റ് എന്തായിരിക്കും, ഓരോ വർഷങ്ങൾ ഇയർ ടു ഇയറിൽ എന്തുണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ അതിനെ തുടർന്ന് വരുന്ന സബ്സിക്വൻറ്റ് പീരീഡ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യും, ഗ്രോത്ത് റേറ്റ് വിൽ ബി റിമെയിൻ കോൺസ്റ്റൻറ്റ്. എന്താണ് അതിനെ തുടർന്ന് വരുന്ന പീരീഡിൽ രണ്ടാമത്തെ സ്റ്റേജിലുള്ള ഗ്രോത്ത് പീരീഡിൽ അതിൻ്റെ എന്തായിരിക്കും, ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ദ ഇൻവെസ്റ്റർ ഹാസ് ടു ഫോർകാസ്റ്റ് ദ ടൈം n up to which the growth rates would be variable and after which the growth rate would be constant. അപ്പോൾ ഇൻവെസ്റ്റർ ഹാസ് ടു ഫോർകാസ്റ്റ് ദ ടൈം n up to which growth rates would be variable. അതായത് n വരെയുള്ള ടൈം പീരീഡ് എന്തായിരിക്കും, ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം, വേരിയബിൾ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ആഫ്റ്റർ വിച്ച് ദ ഗ്രോത്ത് റേറ്റ് വുഡ് ബി, അതിനുശേഷം ഗ്രോത്ത് റേറ്റ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. So this would means that the present value calculations will have to be spread over 2 phases. ഇതെന്താ അർത്ഥമാക്കുന്നത്, നമ്മുടെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേഷൻ 2 സെഗ്മെൻറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 സ്റ്റേജുകളായിട്ട് എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, വ്യാപിച്ചു കിടക്കുന്നു. where one phase would last until the time n and the other would begin after time n to infinity. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, 0 to n വരെയുള്ള കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് n+1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എന്താണ് കാലഘട്ടം. ഓക്കെ, അതായത് n വരെ എന്താണ് ഒരു കാലഘട്ടം, എന്താണ് 0 to എന്താണ് n വരെ എന്താണ് നമ്മുടെ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് കാലഘട്ടം. അതിന് ശേഷം അടുത്ത വർഷം തൊട്ടിട്ട് എന്താണ് കോൺസ്റ്റൻ്റ്, അതായത് n+1 ഇയർ തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ എന്താണ് അതിൻ്റെ അടുത്ത സ്റ്റേജ്. And the intrinsic value of the share is then the sum of the present value of 2 dividend flows എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം, ഒരു ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് എന്തിൻ്റെ സമ്മാണ്, ദ സം ഓഫ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് 2 ഡിവിഡൻഡ് ഈ 2 ഡിവിഡൻഡ് ഫ്ലോസിൻ്റെയും സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രസൻറ്റ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദി ഷെയർ എന്ന് പറയുന്നത്. The flow from period 1 to n and which we will call എന്താണ് v1, and the flow from period n+1 to infinity referred to as v2. അതായത് ഈ 2 പീരീഡ് എന്ന് പറയുന്നത് ഒന്ന് എന്താണ്, ദ ഫ്ലോ ഫ്രം പീരീഡ് 1 to n, ഒന്നാമത്തെ വർഷം മുതൽ ഏതുവരെയുള്ള കാലഘട്ടം, ആ ഗ്രോത്ത് തീരുന്ന വരെയുള്ള കാലഘട്ടം, അതാണ് n അല്ലേ. ആ കാലഘട്ടമാണെന്ത് n എന്ന് പറയുന്നത്. ദ ഫ്ലോ
ഫ്രം പീരീഡ് 1 to n വിച്ച് വി വിൽ കോൾ എന്നാണ് V1. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, V1 എന്ന് പറയുന്നത്. ആൻഡ് ദ ഫ്ലോ ഫ്രം പീരീഡ് n+1 to ഇൻഫിനിറ്റി, അതായത് ഈ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് റേറ്റുള്ള കാലഘട്ടം, അതായത് n+1 മുതൽ ഇൻഫിനിറ്റി വരെ നമുക്കറിയില്ല എത്രയാണുള്ളതെന്ന് വെച്ചാൽ ആ അത്രയും കാലഘട്ടം എന്നാണ് നമ്മളെന്ത് പറയുന്നത്, V2 എന്ന് പറയുന്നത്. ദിസ് മീൻസ് S0 ഈസ് ഈക്വൽ ടു എന്താണ്, V1 + V2. എന്താണ് S0 എന്ന് പറയുന്നത്, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ട് കാലഘട്ടത്തിൻ്റെ എന്താണ്, പ്രസൻറ്റ് വാല്യൂസിൻ്റെ എന്താണ്, സം ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കുക, ദ ഗ്രോത്ത് റേറ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ഈസ് ലൈക്ലി ടു ബി വേരിയബിൾ ഫ്രം ഇയർ ടു ഇയർ. എന്താണ്, നമ്മുടെ ഒന്നാമത്തെ ഫേസിലുള്ള അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് ഫേസിലുള്ള ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ആണ്. അതെന്താണ്, ഓരോ ഇയറിലും എന്തുണ്ടാകും, വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഹെൻസ് ദ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഫോർ ഈച്ച് ഇയർ ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫേസ് മേ ബി ഫോർകാസ്റ്റഡ് ഇൻഡിവിജ്വലി. അതുകൊണ്ട് തന്നെ എന്താണ്, കോൺസ്റ്റൻ്റ് ആയതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാല്ല, ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോർകാസ്റ്റ് ചെയ്യുക സാധ്യമല്ല. ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഓരോ വർഷത്തെയും നമ്മൾ എന്ത് ചെയ്യണം, ഡിവിഡൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം. ആൻഡ് ദ മൾട്ടിപ്പിൾ ഇയർ ഹോൾഡിംഗ് പീരീഡ് വാല്യുവേഷൻ മോഡൽ മേ ബി യൂസ്ഡ് ഫോർ ദിസ് ഫസ്റ്റ് ഫേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, സിംഗിൾ ഇയറും മൾട്ടിപ്പിൾ ഇയറും അല്ലേ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ ഇയർ ഹോൾഡിംഗ് വാല്യുവേഷൻ്റെ പീരീഡ് വാല്യുവേഷനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഒന്നാമത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ അല്ലെങ്കിൽ ഒന്നാമത്തെ V1 കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ എന്ത് ചെയ്യുക ഉപയോഗിക്കുന്നത്. For this first phase, using the dividend forecast developed for each of the year is in the first phase, then എന്താണ്, V1 is equal to എന്താണ്, D1/1 + k all raised to 1 plus D2 plus എന്താണ് 1 plus k all raised to 2 plus ഇതുവരെ dn/1 plus k all raised to n എന്നാണ്. അവസാനം വരെ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ഇയർ ഹോൾഡിംഗ് പീരീഡാണ് അല്ലേ, n വരെയുള്ള നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അത് നമുക്ക് എങ്ങനെ സമ്മറൈസ് ചെയ്യാം, V1 is equal to sigma dt divided by 1 plus k all raised to എന്നാണ് t എന്ന് നമുക്ക് എന്ത് ചെയ്യാം, സമ്മറൈസ് ചെയ്യാം അല്ലേ. ഇപ്പോൾ 4 വർഷത്താണെങ്കിൽ D1 divided by 1 plus k all raised to 1 plus D2 divided by 1 plus k all raised to 2 plus D3 divided by 1 plus k all cube plus D4 ഡിവൈഡഡ് ബൈ 1 plus k all raised to 4, 4 വർഷം. അപ്പോൾ അത് എന്ത് ചെയ്യുക, മൊത്തം എന്തിട്ട് എന്ത് ചെയ്യുക, കൂട്ടുക. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഒന്നാമത്തെ V1 എന്ത് ചെയ്യുക, നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, സെക്കൻഡ് ഫേസ് പ്രസൻറ്റ് വാല്യൂ ഈസ് ഡിനോട്ടഡ് ബൈ V2 ആൻഡ് വുഡ് ബി ബേസ്ഡ് ഓൺ എന്താണ്, കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡൽ. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ V2 എന്നാണ് നമ്മൾ പറയുന്നത്. അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്, കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ബിക്കോസ് ദ ഡിവിഡൻഡ് ഗ്രോത്ത് ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റൻറ്റ് ഡ്യൂറിങ് ദ സെക്കൻഡ് ഫേസ്. എന്താണ്, നമ്മൾ എന്ത് അസ്യൂം ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ഫേസിൽ ഡിവിഡൻഡ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡിവിഡൻഡ് റേറ്റ് എന്തായിരിക്കും, ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ദ പൊസിഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ at the time n after which the second phase commences can be viewed as a point in time when he is forecasting a stream of dividend for time periods n+1, n+2, n+3 and so on which grow at a constant rate g. അതായത് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദ പൊസിഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ അറ്റ് ടൈം n ആഫ്റ്റർ വിച്ച് ദ സെക്കൻഡ് ഫേസ് കമൻസസ്, അതായത് ഈ n എന്ന് പറയുന്ന ടൈം എന്ത് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്ററുടെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വ്യൂ ചെയ്യാം, ക്യാൻ ബി വ്യൂഡ് ആസ് എ പോയിൻ്റ് ഇൻ ടൈം വെൻ ഹീസ് എ ഫോർകാസ്റ്റിംഗ് എ സ്ട്രീം ഓഫ് ഡിവിഡൻഡ് ഫോർ ടൈം പീരീഡ്സ്. അതായത് അതിന് ശേഷം അയാളുടെ ഫോർകാസ്റ്റ്, രണ്ടാമത്തെ ഫേസിലുള്ള ഡിവിഡൻഡ് എന്ത് ചെയ്യണം, അയാൾ എന്ത് ചെയ്യണം, ഫോർകാസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ രണ്ടാമത്തെ ഫേസിലുള്ള ഡിവിഡൻറ്റിൻ്റെ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇതിൻ്റെ പീരീഡ്, n എവിടെ അവസാനിക്കുന്നു, ഈ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പീരീഡിൽ n അവസാനിക്കുന്നു. അതിനുശേഷം ഉള്ള പീരീഡ് എന്ന് പറയുന്നത് n+1, n+2, n+3, n+4, n+5 ആൻഡ് സോ ഓൺ അല്ലേ. ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വിച്ച് എ ഗ്രോത്ത് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് ഓരോ വർഷത്തെയും എന്താണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഫേസ് എങ്ങനെ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യാം, dn+1 is equal to dn+1 plus g all raised to n. dn+2 എന്ന് പറയുമ്പോൾ dn+1 plus g all square. dn3 എന്ന് പറയുമ്പോൾ dn+3 എന്ന് പറയുമ്പോൾ dn+1 plus g all raised to
3 ആൻഡ് സോ ഓൺ എന്നാണ് ഇൻഫിനിറ്റി വരാം. എത്ര വർഷമാണോ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണോ ഉള്ളത് അത്രയും വർഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കണ്ടുപിടിക്കാവുന്നതാണ്. So the present value of the second phase stream of dividend from period n+1 to infinity can be calculated using എന്താണ് ഗോർഡൻ വാല്യൂഷൻ മോഡൽ. എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഫേസിലെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് എന്ത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്, ഗോർഡൻ്റെ മോഡൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കണ്ടുപിടിക്കാവുന്നതാണ്. അതാണ് dn ഇൻറ്റു 1+g ഡിവൈഡഡ് ബൈ k - g. ഓക്കെ, ഈ മോഡൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഫേസ് കണ്ടുപിടിക്കാവുന്നതാണ്. ആൻഡ് ഇറ്റ് മേ ബി നോട്ടഡ്, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദിസ് വാല്യൂ ഈസ് ദ പ്രസൻറ്റ് വാല്യൂ അറ്റ് ടൈം n ഓഫ് ഓൾ ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്സ് ഫ്രം ദ ടൈം പീരീഡ് n+1 ഇൻറ്റു ഇൻഫിനിറ്റി. അതായത് ഈ ഒരു എന്താണ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഏതുവരെയുള്ളതാണ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് അറ്റ് ടൈം n ഓഫ് ഓൾ ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഫ്രം ടൈം പീരീഡ് n+1 ടു ഇൻഫിനിറ്റി. അതായത് ഈ പീരീഡിൻ്റെ എന്താണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് n+1 പീരീഡ് തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂവിൻ്റെ എന്താണ് പ്രസൻറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ വെൻ ദിസ് വാല്യൂ ഹാസ് ടു ബി വ്യൂഡ് അറ്റ് എ ടൈം 0, ഇറ്റ് മസ്റ്റ് ബി ഡിസ്കൗണ്ടഡ് ടു പ്രൊവൈഡ് അറ്റ് ദ പ്രസൻറ്റ് വാല്യൂ അറ്റ് 0 ടൈം ഫോർ എന്താണ് സെക്കൻഡ് ഫേസ് ഡിവിഡൻഡ് സ്ട്രീം. അപ്പോൾ എന്താണ്, വെൻ ദിസ് വാല്യൂ ഹാസ് ടു ബി വ്യൂഡ് അറ്റ് ദ ടൈം 0, നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, 0-യിൽ നിന്നും എന്ത് ചെയ്യുന്നതാണെങ്കിൽ നോക്കുന്നതാണ് എങ്കിൽ, സോ അത് എന്ത് ചെയ്യേണ്ടതാണ്, ഇറ്റ് മസ്റ്റ് ബി ഡിസ്കൗണ്ടഡ് ടു പ്രൊവൈഡ് ദ പ്രസൻറ്റ് വാല്യൂ അറ്റ് 0 ടൈം ഫോർ ദ സെക്കൻഡ് ഫേസ് എന്നാണ് ഡിവിഡൻഡ് സ്ട്രീം. അതായത് നമ്മൾ അതിൻ്റെ ഈ ഡിവിഡൻഡ് സ്ട്രീമിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഡിവിഡൻഡിൻ്റെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം, 0 ഉള്ള പ്രസൻറ്റ് വാല്യൂവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റേണ്ടതാണ്. അതായത് ഫോർ എക്സാമ്പിൾ വളരെ ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഷെയർ എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷെയർ വാങ്ങുന്ന സമയത്ത് നമ്മളുടെ എന്താണ് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പീരീഡ് എന്ന് പറയുന്നത് ഒരു 10 വർഷമാക്കി എടുക്കുക, 2030 വരെ. അതായത് 2020 മുതൽ 2030 വരെയാണ് നമ്മുടെ എന്താണ് ഫസ്റ്റിലത്തെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ശേഷമാണ് എന്ത് ചെയ്യണത്, രണ്ടാമത്തെ സെക്കൻഡ് ഫേസ് എന്ത് ചെയ്യണത്, സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്തത് 2030 മുതലാണ് നമ്മുടെ സെക്കൻഡ് ഫേസ് എന്ത് ചെയ്യണത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഫേസിലുള്ള നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നു, കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് അസംഷൻ വെച്ചിട്ട് ഗോൾഡൻ മോഡൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് അവരുടെ ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവിഡൻഡ് റേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിവിഡൻഡ് റേറ്റ് ഉപയോഗിച്ച് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ ഇയർ എന്ന് പറയുന്നതാണ് 0 ആണ് അല്ലേ, കാരണം 2030 നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ഫേസ് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണ്, ഇറ്റ് മസ്റ്റ് ബി ഡിസ്കൗണ്ടഡ് ടു പ്രൊവൈഡ് ദ പ്രസൻറ്റ് വാല്യൂ അറ്റ് 0 ടൈം ഫോർ ദ സെക്കൻഡ് ഫേസ് ഡിവിഡൻഡ് സ്ട്രീം. എന്താണ്, ആ സെക്കൻഡ് ഫേസ് ഡിവിഡൻഡ് സ്ട്രീമിനെ നമ്മൾ എന്ത് ചെയ്യണം, 0 ടൈം ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. When so discounted, the present value of the second phase dividend stream view at 0 time may be expressed as, നമ്മൾ ആ രീതിയിൽ എന്ത് ചെയ്യുന്ന സമയത്ത് 0 ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ 0 ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ 0 ടൈം പീരീഡാണ് എന്ത് ചെയ്യേണ്ടത്, ആലോചിക്കേണ്ടത്. അതായത് 2030 ശേഷമുള്ള ആ ഡിവിഡൻഡിൻ്റെ ഡിവിഡൻഡ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. ഇപ്പോഴുള്ള പ്രസൻറ്റ് വാല്യൂവിലേക്ക് എന്ത് ചെയ്യുകയാണ്, നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ മാറ്റുന്ന സമയത്ത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ dn ഇൻറ്റു 1+g ഡിവൈഡഡ് ബൈ k - g ഇൻറ്റു 1+k ഓൾ റേസ് ടു n എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണുവാൻ സാധിക്കുക. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. So the present value of the two phases V1 and V2 may be added to provide the intrinsic value of the share that has two stage എന്നാണ് ഗ്രോത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് 2 ഫേസസ് അതായത് V1ഉം V2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും, ഈ 2 സ്റ്റേജ് ഗ്രോത്തിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് സമ്മേഷൻ പ്രൊസീജിയർ ഓഫ് ദ 2 ഫേസസ് മേ ബി എക്സ്പ്രസ്ഡ്. അതായത് ഈ 2 ഫേസിനെ V1 + V2 എന്നുള്ളതിനെ നമ്മൾ ഒരുമിച്ച് ഇക്വേഷനാക്കി എഴുതുകയാണ് എങ്കിൽ S0 =
സിഗ്മ എൻ ടി സി ഈക്വൽ ടു എന്താണ് 1 ഡി ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ ഓൾ റേസ് ടു ടി പ്ലസ് ഡി എൻ ഇൻറ്റു 1 പ്ലസ് ജി ഡിവൈഡഡ് ബൈ കെ മൈനസ് ജി ഇൻറ്റു എന്താണ് 1 പ്ലസ് കെ ഓൾ റേസ് ടു എൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളൊന്ന് നോക്കാം. എ കമ്പനി പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് റുപ്പീസ് 1.75 പെർ ഷെയർ ഡ്യൂറിങ് ദ കറൻറ്റ് ഇയർ. ഒരു കമ്പനി ഇപ്പോൾ എന്താണ് ഡിവിഡൻഡ് എത്രയാണ് കൊടുക്കുന്നത്? 1 രൂപ 75 പൈസയാണ്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു പേ എ ഡിവിഡൻഡ് ഓഫ് റുപ്പീസ് 2 പെർ ഷെയർ ഡ്യൂറിങ് ദ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം അത് 2 രൂപ കൊടുക്കുമെന്ന് എന്ത് ചെയ്യുന്നു? എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നു? ഫോർകാസ്റ്റ് എ ഡിവിഡൻഡ് ടു പേ എ ഡിവിഡൻഡ് ഓഫ് റുപ്പീസ് 3 ആൻഡ് റുപ്പീസ് എന്താണ് 3.50 പെർ ഷെയർ റെസ്പെക്റ്റീവ്ലി ഡ്യൂറിങ് ദ 2 സബ്സീക്വൻറ്റ് ഇയർ. അപ്പോൾ അതിന് ശേഷമുള്ള 2 വർഷത്തെ ഡിവിഡൻഡ് ആര് ഫോർകാസ്റ്റ്? ഇൻവെസ്റ്റർ ഫോർകാസ്റ്റ് ചെയ്യുന്നത് 3 രൂപയും 3 രൂപ 50 പൈസയുമാണ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ആനുവൽ ഡിവിഡൻഡ് വിൽ ഗ്രോ അറ്റ് എ 10% പെർ ഇയർ ഇൻ ടു ആൻ ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചർ. അപ്പോൾ അതിന് ശേഷം എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഒരു 10% എന്ത് ചെയ്യുന്നു? ഗ്രോത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യുന്നു? ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കും എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇഫ് ദ ഇൻവെസ്റ്റേഴ്സ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 20%, ആ ഇൻവെസ്റ്ററുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 20% ആണെങ്കിൽ ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദ ഷെയർ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. എന്താണ്? നമുക്ക് താഴെ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാം? ആ എന്താണ് ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇൻ ദിസ് എന്താണ് ദ ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റ് ഈസ് വേരിയബിൾ അപ് ടു ദ 3rd ഇയറിൽ എന്താണ് 3 വർഷം വരെ എന്താണ് അത് എന്താണ് വേരിയബിൾ ആണ്. ഡിവിഡൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് വേരിയബിൾ ആണ്. അതായത് ആദ്യം എത്രയാണ്? അപ്പോൾ ഉള്ളത് എത്രയാണ്? 1 രൂപ 75 പൈസയാണ്. D1 എന്ന് പറയുന്നത് അടുത്ത വർഷത്തെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 രൂപയാണ്. ഇത് 3 രൂപയാണ് അതിൻ്റെ അടുത്ത വർഷം. അതിൻ്റെ അടുത്ത വർഷം 3 രൂപ 50 പൈസയാണ്. ഒരേ രീതിയിലല്ല. ഓക്കെ, അപ്പോൾ അത് എന്താണ്? വേരിയബിൾ ആണ്. അതായത് V1 വേരിയബിൾ ആണ്. സോ ഫ്രം ദ 4th ഇയർ ഓൺവേഴ്സ് ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റ് ഈസ് എന്താണ്? കോൺസ്റ്റൻ്റ്. എന്താണ്? 4ാമത്തെ വർഷം തൊട്ടിട്ടാണ് ഇവിടെ 10% എന്തുണ്ടാവും എന്ന് പറയുന്നത്? വർധനവുണ്ടാവും എന്ന് പറയുന്നത്. So V1 would be the present value of dividend receivable during the first 3 years and can be calculated. അപ്പോൾ V1 എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ 3 വർഷത്തെ ഡിവിഡൻറ്റിന് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ്? V1 is equal to 2 by 1 plus 1.2 all raised to 1 plus എന്താണ് 3 by 1.2 whole square plus 3.50 by 1.2 whole cube. ഓക്കെ, ഇതാണ് അതിൻ്റെ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്. എത്ര കിട്ടും? 5 രൂപ 78 പൈസ നമുക്ക് കിട്ടും. Now V2 would be the present value at the time 0 of dividend receivable from the 4th year to infinity. അതായത് V2 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രസൻറ്റ് വാല്യൂ അറ്റ് ദ ടൈം 0, ഇപ്പോഴുള്ള പ്രസൻറ്റ് 4 വർഷത്തിന് ശേഷം കിട്ടുന്ന ഡിവിഡൻറ്റിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ എന്താണ് സ്റ്റേജിലെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ V2 is equal to എന്താണ്? 3 രൂപ 50 പൈസയാണ് DN അല്ലേ? 1 പ്ലസ് ജി. 1 പ്ലസ് ജി എന്ന് പറയുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 പ്ലസ് ജി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ആണ് 0.1 അല്ലേ? ഡിവൈഡഡ് ബൈ കെ മൈനസ് ജി എന്ന് പറയുമ്പോൾ കെ എത്രയാണ്? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 20% പറയുന്നത് 0.20 മൈനസ് 0.10 ഇൻറ്റു എന്താണ് 1 പ്ലസ് കെ ഓൾ റേസ് ടു എൻ എന്നാണ് 1.2 എന്നാണ്. എൻ എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷമാണെന്നുള്ളത് എൻ ഉള്ളത്. അപ്പോൾ 1.2 എന്നാണ് 3. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് 1 ഓൾ റേസ് ടു 3 ആണ്. അപ്പോൾ 3.85 ഡിവൈഡഡ് ബൈ 0.10 1 ഓൾ റേസ് ടു 3 അതായത് 22.28 നമുക്ക് എന്ത് ചെയ്യും? രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് കിട്ടും. സോ ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദ ഷെയർ ഈസ് ദി സം ഓഫ് ദ 2 പ്രസൻറ്റ് വാല്യൂസ്. അപ്പോൾ നമ്മുടെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? V1 പ്ലസ് V2 ആണ്. അപ്പോൾ V1 എത്രയാണ്? 5.78 പ്ലസ് 22.28 ആകെ എത്രയാണ്? 28.06. ഇതാണ് ആ ഷെയറിൻ്റെ എന്താണ്? ഇൻട്രിൻസിക് വാല്യൂ. സോ ഇതാണ് മൾട്ടിപ്പിൾ എന്താണ് ഗ്രോത്ത് മോഡൽ. ഒരു ഇനീഷ്യൽ ലാഗ് ഫേസ് ഉണ്ട്, ആക്സലറേറ്റിംഗ് ഗ്രോത്ത് ഫേസ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഫേസ്, ദെൻ പിന്നെ എന്താണ് ആ ഡീസലറേറ്റിംഗ് ഒരേ കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ആ രീതിയിൽ എന്ത് ചെയ്യുന്നു? പോകുന്നു. ഓക്കെ.